ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ അധികം നാളുകളായല്ലേ നമ്മൾ കണ്ടിട്ട്. ലോക്ക്ഡൗണിന് മുമ്പൊന്ന് വന്നതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊന്നും നമുക്ക് അധികം വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി പതുക്കെ നല്ല നല്ല കണ്ടൻറ്റുകൾ കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ചാനലുകൾ പതുക്കെ അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞധികം സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 വീൽ വാഹനങ്ങളുള്ള 4 ചക്ര വാഹനങ്ങളുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ നാളായി കാണാൻ നമ്മൾ വാഹനങ്ങളൊക്കെ പുറത്തിറക്കിയിട്ട്. അപ്പോൾ മുമ്പ് കൊണ്ടിട്ടപ്പോൾ പറ്റിയ കൈയുടെ പാടുകളും ഈർപ്പവും ഒക്കെ വണ്ടിക്കകത്ത് തന്നെ കിടന്നിട്ട് കുറേ നാൾ എടുക്കാതിരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് വെളുത്ത പാടുകൾ, ഡാഷ്ബോർഡിൽ പൂപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മഴക്കാലം ആയതുകൊണ്ട് എടുക്കാതിരുന്ന് കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ അകത്ത് പൂപ്പലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് സർവീസ് സെൻ്ററുകളിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസ് സെൻ്ററുകളിൽ നമ്മൾ കൊടുത്തിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കൊറോണ സിറ്റുവേഷനൊക്കെ കാരണം സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അധികം ഓടാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവീസ് ചെയ്യാമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു രീതി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഡാഷ്ബോർഡ് പോളിഷ് എന്നും പറഞ്ഞ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഇതൊരു ഓയിലാണ് ഈ സംഭവം. ഇത് മോട്ടോമാക്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. ഇത് ഈ കമ്പനി തന്നെ വേണമെന്നില്ല. ഡാഷ്ബോർഡ് പോളിഷ് എന്ന് നമ്മൾ പറഞ്ഞാൽ മതിയാവും. ഇപ്പോൾ ഈ ഹാർഡ്വെയർ ഷോപ്പുകളിൽ അല്ല വണ്ടിയുടെ ആക്സറീസ് കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഡാഷ്ബോർഡ് പോളിഷ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പലതരത്തിലുള്ള ഏത് കമ്പനിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇത് കാണിച്ചുകൊണ്ട് ഈ കമ്പനിയുടെ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കേണ്ട. നേരത്തെ ഉപയോഗിച്ചിരുന്നതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇത് ശരിക്കും പല ബ്രാൻഡുകളുടെ ഉണ്ട്. അപ്പം ഏത് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിനി ബാക്കി എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വണ്ടിയുടെ ഡോറിലും അതുപോലെ ഡാഷ്ബോർഡിലും ഒക്കെ വെളുത്ത പൂപ്പലുകൾ അല്ലെങ്കിൽ പാടുകളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ നാൾ എടുക്കാതിരുന്ന് കഴിയുമ്പോൾ. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊരു വൃത്തിയായിട്ടുള്ള തുണി കൊണ്ട് നമ്മൾ അതിൻ്റെ പൊടിയെല്ലാം തൂത്ത് കളഞ്ഞ് പൊടിയും അതിന് മുകളിലുള്ള വെളുത്ത പാടുകളും ഒക്കെ ഒന്ന് ആദ്യം ഒരു നല്ല തുണി കൊണ്ടൊന്ന് തൂക്കുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡാഷ്ബോർഡും അകത്തെ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇത് ലിക്വിഡ്, അത് ഡാഷ്ബോർഡ് പോളിഷ് എന്ന് പറയുന്ന ഈ ലിക്വിഡ് എടുത്തിട്ട് സ്പോഞ്ചിലാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്പോഞ്ചാണ്. ഇപ്പോൾ സ്പോഞ്ച് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വലിയ കനമില്ലാത്ത മിനുസമുള്ള ഒരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഡാഷ്ബോർഡ് പോളിഷ് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു ഓയിലായിട്ടാണ് ഇത് വരുന്നത്. ഈ ഓയിൽ എന്നിട്ട് നമുക്ക് ഇതിൽ കോട്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഇതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും ഈ തുണി കൊണ്ട് നമ്മളിത് തൂത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പോളിഷ് ചെയ്യുന്ന പോലെ തന്നെ. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അതിൻ്റെ ആ ഗ്ലേസിങ് മാറുന്നത് നിലവിലുണ്ടായിരുന്ന ആ ഒരു കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഒരു കറുപ്പ് കളർ കൂടി വരുന്നത് നമുക്ക് ഇത് തേക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഇത് കണ്ടില്ലേ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഡാഷ്ബോർഡ് അതുപോലെ ഫൈബർ, പ്ലാസ്റ്റിക് പോലുള്ള കാറിനകത്തുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. പോളിഷ് ചെയ്യുമ്പോൾ നല്ലൊരു കറുത്ത ഗ്ലേസിങ്ങും അതുപോലെ തന്നെ ഒരു എണ്ണമയം പോലെ ഒരു ഫിനിഷിങ്, അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം. അതിൻ്റെ പുറത്തൂടെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഈ വണ്ടി ഫുള്ള് നമുക്ക് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ പൂപ്പൽ പിടിച്ചിരുന്ന ആ വെളുത്ത പാടൊക്കെ ഉണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം നമ്മളിതുകൊണ്ട് ക്ലീൻ ചെയ്തപ്പോൾ നല്ല ഭംഗിയിൽ വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്ക് വണ്ടി തുറന്നിട്ട് വെയിൽ കൊള്ളിക്കുന്നത് ഇതുപോലെ പൂപ്പൽ ഉണ്ടാകാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തന്നെ നമ്മുടെ വാഹനങ്ങൾ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ പോളിഷ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സൂക്ഷിക്കാൻ, പൂപ്പലൊന്നും പിടിക്കാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതല്ല ഇത് കൂടുതലുണ്ട് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കുക. അവർ വളരെ വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്തു തരും. പിന്നെ ഇതിന് ഇച്ചിരി കഷ്ടപ്പാടും ഒരു ചെയ്യാനുള്ള മനസ്സും ഒക്കെ വേണം. അപ്പോൾ അതില്ലാത്തവർ നേരെ സർവീസ് സെൻറ്ററിൽ കൊടുക്കുക എന്നുള്ളൂ. അതല്ല, ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇതിനിപ്പോൾ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ശരിക്കും വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു.
അപ്പോൾ വീഡിയോ നിർത്തി പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ നാളുകളെ വീഡിയോ ചെയ്തിട്ട്, അതായത് ലോക്ക്ഡൗണിന് മുമ്പാണ് നമ്മൾ അവസാനം വീഡിയോ ചെയ്തത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് നമുക്ക് അധികം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ കൂടുതലും ചെയ്തിരുന്നത് ട്രാവൽ, ഫുഡ് വീഡിയോകളൊക്കെ ആയിരുന്നു. അപ്പം അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇപ്പോഴത്തെ ചെയ്യാൻ ഈ കൊറോണ പ്രശ്നം കാരണം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം സ്ഥലങ്ങളെന്നാണെങ്കിലും പലതും ഓപ്പൺ ആയിട്ടില്ല. അതുപോലെ തന്നെ ഫുഡിൻ്റെ വീഡിയോ ചെയ്യാനാണെങ്കിൽ ഹോട്ടലുകൾക്കകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള പെർമിഷനും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നമുക്കില്ല. അതുപോലൊക്കെ തന്നെ നമുക്ക് വീഡിയോകൾ ഇപ്പം ഒരു പരിധിവരെ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം മുമ്പോട്ടേക്കും ഇതുപോലുള്ള സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് മാറി വരുന്നതെന്ന് സമയമെടുക്കുമെന്ന് തോന്നുന്നു. ഇപ്പം പുതിയ ഇത് റെസ്ട്രിക്ഷനൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇതിന് കാര്യങ്ങളൊന്നും അറിയില്ല. എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറി ഒന്ന് നമ്മളെല്ലാവരും ഒന്ന് റെഡിയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ട്രാവൽ, ഫുഡ് വീഡിയോകൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ടാകും. അപ്പം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോകളൊക്കെ ട്രാവൽ, ഫുഡിന് ഉപരി വേറെ രീതിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോകൾക്കും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. മുമ്പോട്ട് നമുക്ക് കുറച്ച് ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഉണ്ടാകും. അതിനുശേഷം ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്കെല്ലാം പുറത്തിറങ്ങാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും മനോഹരമായ നമ്മുടെ സ്ഥലങ്ങളുടെ കാഴ്ചകളും ഭക്ഷണത്തിൻ്റെ കാഴ്ചകളും ഒക്കെ നമ്മൾ വീഡിയോയിൽ വീണ്ടും തുടർന്നും ചെയ്തുകൊണ്ടിരിക്കും. അതുവരെ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കൊണ്ട്, കാരണം കണ്ടൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം അത്തരത്തിൽ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, എന്നാൽ നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഉടനെ ഉണ്ടാവും. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.